കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഭക്തനായ മനുഷ്യൻ ശമൂവേൽ, ആ ശമൂവേലിനോട് ദൈവം പറയുകയാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. തന്നെ മാനിക്കേണ്ട പുരോഹിതനായ ഏലിയും കുടുംബവും തൻ്റെ മക്കളും ദൈവത്തിന് മാന്യത നൽകാതിരിക്കുമ്പോൾ അവിടെ ദൈവം തനിക്ക് മാന്യത നൽകുന്ന ഒരാളെ സെലക്ട് ചെയ്യുന്നു. അതാണ് ശമൂവേൽ. തൻ്റെ അമ്മയായ ഹന്ന മക്കളില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു ലഭിക്കുന്ന മകനാണ് ശമൂവേൽ. അപ്പം പ്രാർത്ഥിച്ചു ലഭിച്ചത് ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായി നിവേദിക്കുന്ന ഹന്ന അങ്ങനെ ദൈവത്തെ മാനിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുമ്പോൾ തിരിച്ച് ദൈവം അവളുടെ കുടുംബത്തിൽ മാന്യത നൽകിക്കൊണ്ട് പുത്രന്മാരെയും പുത്രിമാരെയും നൽകുന്നു. ശമൂവേൽ ദൈവത്തെ മാനിക്കുന്ന ഒരു പുരുഷൻ, ദൈവത്തെ മാനിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. ഭക്തനായി മാനിക്കുന്ന ഈ മനുഷ്യനെ ദൈവം സെലക്ട് ചെയ്ത, ദൈവം നോക്കിയ, താൻ മാനിക്കാൻ നോട്ടമിട്ട, താൻ മാനിക്കാൻ നോക്കി സെലക്ട് ചെയ്ത ഈ ഭക്തനായ മനുഷ്യനെ രാത്രിയിൽ ഉറക്കത്തിൽ വിളിക്കുന്നു, ശമൂവേലേ ശമൂവേലേ. താൻ മാനിക്കാൻ ആഗ്രഹിച്ചതിനെ രാത്രിയിൽ ഉറക്കത്തിൽ ദൈവം വിളിക്കുകയാണ്, ശമൂവേലേ ശമൂവേലേ. അന്നു മുതൽ ദൈവം തന്നെ മാനിച്ചു തുടങ്ങി. അന്നു മുതൽ ദൈവം തന്നോട് സംസാരിക്കാൻ തുടങ്ങി. അന്നു മുതൽ ദൈവം ആഗ്രഹിക്കുന്ന മാന്യതയുടെ പടവുകളിലേക്ക് ശമൂവേലിനെ ഉയർത്തുകയാണ് ദൈവം. ശമൂവേൽ വളർന്നു, ശാരീരികമായി വളർന്നു, ആത്മീയമായി വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരുന്നു. ദൈവം അവനോട് ഉണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിലൊന്നും നിഷ്ഫലമാകാൻ ദൈവം അനുവദിച്ചില്ല. ശമൂവേൽ എന്ത് വായ് കൊണ്ട് തുറന്നു പറഞ്ഞോ അതെല്ലാം നടന്നു. ദാൻ മുതൽ ബേർഷേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്ന രീതിയിൽ ശമൂവേൽ അറിയപ്പെട്ടു. പ്രസിദ്ധനാക്കി ശമൂവേലിനെ മാനിക്കുന്ന ദൈവം അവനെ മാന്യതയുടെ പടവുകളിലേക്ക് നടത്തി. ദാൻ മുതൽ ബേർഷേബ വരെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഇസ്രായേലൊക്കെയും ഗ്രഹിക്കത്തക്ക രീതിയിൽ തന്നെ മാനിച്ചവനെ ദൈവം മാനിച്ചു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരെങ്കിൽ, ദൈവത്തിന് മാന്യത കൽപ്പിക്കുന്നവരെങ്കിൽ, ദൈവപ്രവൃത്തികൾക്ക് മാന്യത കൽപ്പിക്കുന്നവരെങ്കിൽ, ദൈവിക ഇഷ്ടങ്ങൾക്ക് മാന്യത കൽപ്പിക്കുന്നവരെങ്കിൽ, നിങ്ങൾ ഒരു ദേശത്തിനകത്ത് ഒതുങ്ങേണ്ടവരല്ല. ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്നവർ, ദേശങ്ങളുടെ പരിമിതികൾക്കപ്പുറം മാനിക്കപ്പെടാൻ പോവുകയാണ്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷിയാകാൻ പോവുകയാണ്. ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരാൻ പോവുകയാണ്. ഒരു പരിമിതിക്കപ്പുറം ദൈവത്തിനു വേണ്ടി നിങ്ങൾ പ്രസിദ്ധരാകാൻ പോവുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആ മാന്യതയുടെ പടവുകളിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നടത്തട്ടെ. ദൈവാത്മാവിൻ്റെ സകല മാന്യതകളിലേക്ക് ആത്മാവ് നിങ്ങൾ നടത്തട്ടെ. ദൈവം അനുഗ്രഹിക്കുമാണ്.